ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, പനി വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോവുക, സ്വയം ചികിത്സ ചെയ്യരുത്, അത്രേ എനിക്ക് പറയാനുള്ളൂ. എനിക്കിപ്പോൾ പനിയൊക്കെ അടിച്ച് ഹോസ്പിറ്റലിലൊക്കെ പോയി മരുന്നൊക്കെ മേടിച്ച് വന്നിരിക്കുവാണ്. ഇന്നും കച്ചവടമൊന്നും ഇല്ല അല്ലേ? കച്ചവടം ഇന്നും കുറവ് തന്നെ. ഇങ്ങനെ പോയെങ്കിൽ ശരിയാവില്ലടാ. നീ പണി മതിയാക്കിട്ട് പോയിക്കോ. ബോസെ, കുറച്ച് ദിവസം മുമ്പേ പറയായിന് ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കേടുന്ന് പണി കിട്ടുന്നത്. ഈ പണിയിൽ തന്നെ എൻ്റെ കുടുംബം തന്നെ കഴിയുന്നത്. കുഴപ്പമില്ല. നീ പണി മതിയാക്കിട്ട് പോയിക്കോ. എടാ, എനിക്കാണ് ഷർട്ട് വേണമായിരുന്നു. എടാ, ഇതെല്ലാം നിൽക്കാന്ന ഷർട്ട് തന്നെ സെബിയിലെടുത്തു. ഓക്കറിയാം എൻ്റെ മോഡലല്ലോ. ഓന് വേറെ പോയിനിടാ. എന്നാൽ ഞാൻ സെബിയിൽ വന്നിട്ട് വരാം. പുതിയ കളക്ഷൻ വന്നിനല്ല? പുതിയ കളക്ഷൻ വന്നിടാ. സെബിയിൽ പറഞ്ഞു ഇന്ന് വരുന്നത്. സെബിയിൽ എടുത്തു. സെബിയിൽ പുറത്തു പോയിനിടാ. ഇപ്പൊ സെബിയിൽ വന്നിട്ടാ വരാം. ഹലോ ഹലോ. സെബില, സോറിടാ, കസ്റ്റമറിനെല്ലാം വേണ്ട നീ തന്നെ നാളെ രാവിലെ വന്നിട്ട് ഷോപ്പ് ഓപ്പൺ ആക്കി. ഇല്ല ബോസെ, ഞാൻ വേറെ പണി നോക്കിയിട്ടുണ്ട്. നിങ്ങൾ പറയുന്നത് കൊണ്ട് എന്ത് തോന്നരുത്. 5-10 വർഷം പണിയെടുത്ത സ്റ്റാഫിനെ പെട്ടെന്ന് പുറത്താക്കുമ്പോൾ നിങ്ങൾ ഒന്നും ഓർക്കണം, ഓരോ ഷോപ്പുള്ളത് ആടെയുള്ള സ്റ്റാഫിന്റെ കയ്യിലാണ്. അത് ഓർത്തെങ്കിൽ നല്ലത്. ഓക്കെ. അത് സത്യമായിട്ടുള്ള കാര്യമല്ല. പല തുണി ഷോപ്പ് കിടക്കുന്ന മലയാളിമാർക്ക് ഒരു വിചാരമുണ്ട്, അവിടുത്തെ ക്വാളിറ്റി സാധനം ആയതുകൊണ്ടാണ് ഇത് പോണേന്ന്. ക്വാളിറ്റി സാധനം മാത്രമല്ല, ഒരു സ്റ്റാഫ് അവിടെ നിന്ന് അത് സംസാരിക്കുന്ന രീതിയുണ്ട്, കസ്റ്റമറെ ഇമ്പ്രസ് ചെയ്യുന്ന രീതിയുണ്ട്. ആ ഒരു ടെക്നിക്ക് കൊണ്ടാണ് ഈ സാധനം സെയിലായി പോകുന്നത്. അല്ലാതെ ഒരിക്കലും ഒരു കടയിലെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയോ അതൊന്നും അല്ല. നമ്മൾ സംസാരിക്കുന്ന കണക്കിരിക്കും, നമ്മളെ കസ്റ്റമറെ ഇമ്പ്രസ് ചെയ്യുന്ന കണക്കിരിക്കും. അതല്ല ആ ഒരു സംഭവം ഉള്ളത് എന്ന് പറഞ്ഞാൽ, ഈ താരെ തട്ടിന്ന് വരുന്നവരാണ് ഈ തുണി ഷോപ്പ് ഇരിക്കുന്നത്. അവർക്കറിയാം എങ്ങനെയാണ് ഒരു കസ്റ്റമർ സാധനം എടുക്കുന്നത്, ഏത് രീതിയിലായിരിക്കും അവർ പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് ഈ താരെ തട്ടിന്ന് വരുന്ന സ്റ്റാഫുകൾക്ക് അറിയാം. അതാണ് ഈ ഓരോ കടയിൽ നിന്ന് ടോപ്പ് ലെവലിൽ നിൽക്കുന്നത്. അവിടുത്തെ സ്റ്റാഫുകൾ ആ ഒരു ഹാർഡ് വർക്കിംഗ് കാരണം.